ഇന്നൊരു ഹെൽത്തി റാഗി സേമിയ ഉപ്പുമായാലോ? അതെങ്ങനെയാണ് എൻ്റേതായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ കടുക് പൊട്ടിക്കാം. അതിനാവശ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുകും വറ്റൽമുളകും കരിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പച്ചമുളകും വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഇവിടെ കുട്ടികൾക്ക് ആർക്കും ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയും ഒന്നിട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണം, കാരണം ആ ക്യാരറ്റിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. അതിനുവേണ്ടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് നമ്മുടെ ഒരു ചെറിയൊരു ബൗളിലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പച്ചവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് തിളച്ച് കിട്ടണം കേട്ടോ. ഒഴിച്ച് ആ വെള്ളം നന്നായിട്ട് തിളച്ച് കിട്ടിയതിന് ശേഷം കുറച്ച് ഞാൻ കുട്ടികൾക്ക് മാത്രമായിട്ട് ആവശ്യാനുസരണം കുറച്ച് സേമിയാണ് എടുത്തിരിക്കുന്നത്, റാഗി സേമിയ. അത് നന്നായിട്ടൊന്ന് ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിലാക്കണ്ട, ഈ രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് മതി കേട്ടോ, അതൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അതെന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് മിക്സായി എല്ലായിടത്തും എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് എത്താൻ വേണ്ടി. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മെയിൻ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പച്ച തേങ്ങ, നമ്മുടെ തിരുവി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി സെർവ് ചെയ്യാം കേട്ടോ. എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയോ? എന്തായാലും നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റ് ട്രൈ. ഓക്കെ, ബൈ.